ഇന്ന് പെണ്ണുങ്ങൾക്കും ഉമ്മാക്കും ലീവ് കൊടുത്തിക്കാണ്ട് അടുക്കള നമ്മൾ ഏറ്റെടുത്തിക്കണേ. ഓലോട് പറഞ്ഞു നിങ്ങൾ റെസ്റ്റ് എടുത്തോളിന്ന് പറഞ്ഞു. അടുക്കണിന്റെ ഏരിയക്ക് കണ്ട അടിയാണെന്ന് ഉമ്മാനോട് പ്രത്യേകം പറഞ്ഞിരിക്കണോ. അതിനുശേഷം ഓല ആ ഏരിയക്ക് വന്നിട്ടില്ല. നമ്മളാണെന്ന് കൈകാര്യം ചെയ്യണത്. ഉണ്ടാക്കാൻ പോണത് നല്ല ബീഫ് ബിരിയാണിയാണ്. അത് ഇതിന്റെ സ്പെഷ്യൽ മസാലയിൽ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോണേ. ഈ ഇളക്കലൊക്കെ പട കണ്ടിട്ട് ഉമ്മ പറയുന്നത് ഷെഫ് ഉള്ള പോലും ഇങ്ങനെ ഇളക്കൂലടാന്ന് പറഞ്ഞേ. ആ പറച്ചിമ്മിൽ തന്നെ നമ്മൾ മൂച്ചിമ്മ കയറിയിട്ടോ. നല്ലോണം മൂച്ചിമ്മ കയറിയിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ ഇളക്കിൽ നിന്നോ. അതിൽ പെണ്ണുങ്ങൾ പറയണേ കുട്ടീനൊക്കത്തെ ഞങ്ങൾക്ക് ഒരു പരിപാടി എടുക്കൂല പറഞ്ഞു. നമ്മള് കുട്ടിയല്ല വാപ്പാനെ വരെ ഒക്കത്തെ നമ്മള് പരിപാടി നടത്തുന്ന പറഞ്ഞു. ഓ ഗായ്സ്, ഞങ്ങൾ പോവുകയാണ് ഗായ്സ്. ഞങ്ങൾ ഇന്ന് സ്കൂട്ടിമ 3 ആളെ നോമ്പറിന്റെ ബിരിയാണി തിന്നതിന് ശേഷം നേരെ പോയത് കോട്ടയക്കാണ്. ഇവിടെ ഡ്രസ്സിന് ഭയങ്കര വില കുറവുണ്ട് എന്ന് പറഞ്ഞു. ഡ്രസ്സ് എടുക്കാനല്ല കേട്ടോ, നമുക്ക് 2 സെറ്റ് എടുക്കാനാണ്. ഇത് നമ്മളെ പഞ്ചായത്ത് മെമ്പർ എവിടെ ചെന്നാലും മെയിൻ ആവും. സ്വന്തം കട എന്നുള്ള ചിന്തയാണ്. ഓല്ലാത്തൊരു അങ്ങാടി നമ്മളെ നാട്ടിലില്ലാന്നാണ് ഓൻ പറയുന്നത്. എന്തായാലും വേണ്ട ഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് കോട്ടയ്ക്ക് തന്നെ അരീമ പറഞ്ഞ സാധനം തിന്നാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ സാധനത്തിന് എന്തോ മഹത്തായ അനുഭവങ്ങളുണ്ട്, മഹത്തായ ഗുണശേഷമകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ വലിയ നോട്ടീസും ഫ്ലെക്സ് ഒക്കെ വെച്ചിരുന്നത്. പക്ഷെ ഇതിന്റെ വില കണ്ട് കേട്ടപ്പോ തന്നെ നമ്മളെ കണ്ണൊക്കെ പാടെ തള്ളിയിട്ട് പുറത്തേക്ക് ചാടിക്കണം. അത് പുള്ളിക്ക് ഏറ്റവും പെട്ട പാട് വെള്ളമൊക്കെ മാത്രമേ അറിയുള്ളൂ. ഒക്കെ പാടെ കുത്തി ചാച്ചിക്കാണ്ട് ഒരു വല്ലാത്ത ഐറ്റം സാധനം. എന്തായാലും നിങ്ങൾ പോയി തിന്നോക്കി. ഇപ്പൊ ശരി.